കാസർഗോഡ് മണ്ഡലത്തിൽ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തർക്കം തുടരുന്നു. കെ.എം. ഷാജിയെ മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചതോടെയാണ് പ്രതിഷേധം ഉയർന്നത്. ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന കടുത്ത നിലപാടിലാണ് ജില്ലാ നേതൃത്വം. ഇതോടെ കെ.എം. ഷാജിയെ വേങ്ങരയിലേക്ക് മാറ്റി പ്രശ്നപരിഹാരത്തിന് ശ്രമം ആരംഭിച്ചുവെന്നാണ് വിവരം. നിലവിൽ വ്യവസായ പ്രമുഖരും ജില്ലാ നേതൃത്വത്തിലുള്ളവരും ആളുമായ കല്ലട മാഹിൻ ഹാജി, മുനീർ ഹാജി എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ബി.ജെ.പിയും മുസ്ലിം ലീഗും നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ്. കെ.വി. ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, കാസർഗോഡ് തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇന്ന് കെ.എം. ഷാജിയെ മാറ്റിയേക്കാം വേങ്ങര എന്ന കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കുമോ? രഞ്ജിത്തെ, ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്, അതായത് ബി.ജെ.പിയും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരം നടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും അതുപോലെ തന്നെ കാസർഗോഡും. ഇതിൽ മഞ്ചേശ്വരത്ത് നേരത്തെ തന്നെ മുസ്ലിം ലീഗിൽ എ.കെ.എം. അഷ്റഫിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, അവിടെ പ്രചരണം ആരംഭിച്ചു. പക്ഷേ അപ്പോഴും കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വരുമ്പോഴാണ് വലിയ തോതിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നത്. അത് തർക്കം ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറിയിലേക്ക് ഒക്കെ പോകാവുന്ന രീതിയിലുള്ള തർക്കങ്ങളാണ്. പക്ഷെ ഇതുവരെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും അത്തരം നീക്കമുണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ പോസ്റ്ററുകൾ, അതായത് ഇറക്കുമതി സ്ഥാനാർത്ഥി വേണ്ട എന്ന തരത്തിലുള്ള പോസ്റ്ററുകളൊക്കെ പ്രത്യക്ഷപ്പെട്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പുറത്തു നിന്നും സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പൊട്ടിത്തെറി മുസ്ലിം ലീഗിനകത്ത് കാസർഗോഡ് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഷാജിയെ കാസർഗോഡ് മത്സരിപ്പിക്കേണ്ട എന്ന് സംസ്ഥാന നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും കാസർഗോഡ് ആരെ മത്സരിപ്പിക്കണം എന്ന ഒരു വലിയ തോതിലുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്ലട്ര മാഹിനാജി, ഇദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആണ്. അതോടൊപ്പം മാഹിനാജി, ഇദ്ദേഹം കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗ് ട്രഷററാണ്. ഇങ്ങനെ രണ്ടു പേരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതിലൊരു ധാരണ ഇതുവരെ നേതൃത്വത്തിന് ആയിട്ടില്ല. ഇതിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം സംബന്ധിച്ച്. എന്തായാലും ഈ ബി.ജെ.പി മുസ്ലിം ലീഗ് നേർക്കുനേർ മത്സരം നടത്തുമെന്ന് പറഞ്ഞ പോലെ തന്നെ വാശിയേറിയ മത്സരം, ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയാവുന്ന ഒരു മണ്ഡലത്തിലാണ് മുസ്ലിം ലീഗിൽ ഈ അനിശ്ചിതത്വം തുടരുന്നതെന്ന് വേണം പറയാൻ. പ്രവർത്തകരുടെ ഇടയിൽ വലിയ തോതിലുള്ള അതൃപ്തി പുകയുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഗം ചേർന്നെന്ന് മാത്രമല്ല, പ്രമേയം പാസാക്കുന്ന സാഹചര്യം, അതായത് പുറത്തുനിന്നും കെ.എം. ഷാജി ഉൾപ്പെടെ ആരെങ്കിലും കൂട്ട് വരുന്നതിനെതിരെ പ്രമേയം പാസാക്കുന്ന ഘട്ടത്തിലേക്ക് വരെ മുസ്ലിം ലീഗ് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് ഇന്ന് വളരെ നിർണായകമാണ്. ആരാണ് ഈ കാസർഗോഡ് സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് നേതൃത്വത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ. ശരി ബൈജു, ഏതായാലും അത്തരമൊരു നീക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.